ബ്രോക്കർ ചാർജ് 32,000 ആണ് അവൻ ചോദിക്കുന്നത്. വെരി ഹൈ ഗൈസ്. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഞങ്ങൾ പാവപ്പെട്ട ഒരു വീടില്ലേ ആ ഹോട്ടലിൽ കിട്ടുന്നവർക്ക് ഓക്കെ സൗദ മുനിരാണ്ട് ടേസ്റ്റ് കേട്ടോ. ദാല് ഇങ്ങനെ ഉണ്ടാക്കണോ കൂടുതലായിട്ട് ദാല് വേപ്പിക്കരുത്. നിനക്ക് ഉമ്മച്ചാണ് ഇഷ്ടം ആന്റിയാണോ? യൂട്യൂബിൽ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നോക്കും ആരാ ഇഷ്ടം പറയും. ആന്റിയാണോ ഉമ്മച്ചാണോ? അപ്പൊ എന്നിഷ്ടല്ല ഞാൻ പോവാ മൊബൈൽ തരൂല. ഏറ്റവും സ്പീഡിലാവുന്നത് ഉപ്പുമ്മ അല്ലേ. സോ ഞങ്ങളാണ് ട്രാവൽ നിച്ചാൽ ഉപ്പുമ്മ കഴിക്കാനല്ല ഉണ്ടാക്കണം ഭയങ്കര ഈസിയാണ്. കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നാഷ്ട ഇല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പുമ്മ ഉണ്ടാക്കിയാൽ അവരൊന്നും അങ്ങനെ കഴിക്കില്ല. അവർക്ക് നാഷ്ട തന്നെ വേണം. ഇപ്പോഴാണെങ്കിൽ ഒറ്റിട്ടുണ്ടല്ലോ ഇത് കഴിക്കില്ല. യെല്ലോ കളർ ബ്രെഡ് ഉമ്മ ഇന്നലെ ബ്രൗൺ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്ര ടേസ്റ്റിൽ അറിയില്ല ബ്രൗൺ ബ്രെഡ്. അതൊക്കെ അത്ര ഇഷ്ടമില്ല. അതാണ് എനിക്ക് ബ്രൗൺ കളർ ബ്രെഡ് വേണ്ട, യെല്ലോ കളർ ബ്രെഡ് വേണം. പിന്നെ അതിന് മറ്റേ നമ്മൾ എന്താ പറയാ ചീസ് ഇട്ട് തരാം. പിന്നെ കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സജ്ജി കൊണ്ടാക്കി തരാം. ഓൾറെഡി പറഞ്ഞതല്ലേ നമ്മളൊന്നും സാധനം വാങ്ങിയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴാണ് പേടിയാണത്. പിന്നെ വീഡിയോത്തെ കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇന്നാലെ വീഡിയോ നോക്കി വന്നല്ലോ ഗൈസ്. അത് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടോ. ഫൈനലൈസ് ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ബ്രോക്കർ ചാർജ് 32,000 ആണ് അവൻ ചോദിക്കുന്നത്. വെരി ഹൈ ഗൈസ്. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഞങ്ങൾ പാവപ്പെട്ട ഒരു വീടില്ലാതെ വീട് നോക്കുന്ന, വാടക ആണെങ്കിലും ലീസ് ആണെങ്കിലും വീട് നോക്കുന്നവർക്ക് വരെ നമ്മൾ ഇത്രയ്ക്ക് പൈസ കൊടുത്താൽ പാവപ്പെട്ടവർക്ക് തന്നെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. പണക്കാർക്കാണെങ്കിൽ അവർക്ക് പൈസ വരുന്നതാണ്, റെൻറ്റിൻ്റെ പൈസ വരുന്നതാണ്, അവർ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. നമ്മൾ കയ്യിൽ നിന്നല്ല. ഇപ്പം നമ്മളോട് 32,000 ആണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നു. കാരണം നമ്മൾ ഒരുപാട് അത്രയും എമൗണ്ടൊക്കെ ഒരു കൂട്ടി നോക്കണമെങ്കിൽ ഒരുപാട് പടി. ഞാൻ 11 months ആകുമ്പോൾ ഓരോ ആൾക്കും ഓരോ ബ്രോക്കറിന് 13,000 14,000 രൂപയ്ക്ക് കൊടുത്ത ഡേയ്സൊക്കെ ഉണ്ട്. എല്ലാ മാസം ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഗൈസ്. കാരണം ഒരു വീടില്ലാത്തവർക്ക് മാത്രം ഇതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവുമല്ലോ. പിന്നെ അത് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ഓണർ ഇന്നലെ വന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി ടൈം വേണമെന്നുള്ളത്. സോ ഇപ്പോൾ ലീസ് പണിയൊക്കെ വീട് കിട്ടാനേ ബുദ്ധിമുട്ടാണ്. 2 വീട് നമ്മൾ നോക്കി, 2 വീട്ടിൽ രണ്ടും ഓൾമോസ്റ്റ് ഓക്കെ ആയില്ല. ഏതെങ്കിലും ഒന്ന് ഫൈനലൈസ് ചെയ്യാന്നുള്ളത്. 2 വീട് നോക്കിയതല്ല, ഒരു വീട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്, അതായത് ബ്രോക്കർ ത്രൂ വന്നതാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്താണത്ര, നല്ല വീടാണ്. അവർ വൈകി മാറുന്നത് ഈ മാസം ലാസ്റ്റാണ് അത്ര. അപ്പോൾ അതും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള വീടാണ്. അപ്പോൾ അത് കൺഫേം ചെയ്യണം, ഇത് കൺഫേം ചെയ്യണം 2 പ്ലാനിലായിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിക്കും. ഇന്നാലെ ഓണർ വന്ന് പറയാം. ഇന്നാലെ പൈസ കിട്ടേണ്ട സമയമായിരുന്നു. അപ്പോൾ ഇന്നാലെ ഓണർ വന്ന് പറയാം പൈസ 2-3 ദിവസം ആവും. വന്ന പാർട്ടി നമ്മൾ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്നുള്ളത്. എനിക്കിപ്പോൾ ദേഷ്യം വന്നു. നമ്മൾ ഓൾറെഡി ഇപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ പൈസ 4 തരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട് നോക്കിയിട്ട് ഒക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ മോശമല്ല അത് എത്ര ആണെങ്കിലും. ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് വീട് തപ്പാൻ നോക്കിയിട്ട് 7-8 മാസം ആവാൻ തുടങ്ങി. നമ്മളെ എഗ്രിമെൻറ്റ് പീരീഡ് ആഘോഷത്തിൽ തന്നെ കഴിഞ്ഞിരിക്കണം. ബട്ട് ഇവർ ക്യാഷ് തരാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് ബാക്കിയാവുന്നത്. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വീട് കിട്ടാറില്ല. ഇവർക്ക് ഈ കൺഫേം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീടൊക്കെ വീണ്ടും പോയിട്ട് തപ്പിയത്. സോ വീണ്ടും തപ്പിയപ്പോൾ ഇങ്ങനെ ആയിട്ട് വീട്ടിലുണ്ടല്ലോ എല്ലാവർക്കും ടെൻഷനാണ്. ഉമ്മാണെങ്കിലും ടെൻഷൻ, എല്ലാവരും പറഞ്ഞിട്ട് പിരിപ്പിരി ആക്കിയിട്ട് കഴിയട്ടോ. നമ്മൾ ആരോടും പറയാതെയാണ് ഇതാക്കുന്നത്. പക്ഷെ ഞാനൊന്നും പറയില്ല നിങ്ങളോട് ആരുടെയെങ്കിലും എന്തുണ്ടെങ്കിലും സ്ട്രൈറ്റ് പറയണം. കളിപ്പിക്കാതെ ഇരിക്കുക. അപ്പോൾ നമ്മളാരും കളിപ്പിക്കില്ല, ആർക്കും ചീറ്റ് ചെയ്യാൻ പോകില്ല, ആരും ഡോക്സ് ചെയ്യാൻ പോകില്ല, ഒന്നും പെർഫെക്റ്റാണ്. അവരുടെ പേയ്മെൻറ്റ് എന്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ ആകുമ്പോഴാണ് ഒരുപാട് സങ്കടമൊക്കെ ആവുന്നത്. ഓനിയനുണ്ട്, പച്ചമുളക് ഇട്ടോ. 5 days നമ്മൾ എന്തൊക്കെ സഫർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ഹാപ്പി മൂമെൻറ്റ് ഉണ്ടാവും, സാഡ് മൂമെൻറ്റ് ഉണ്ടാവും, സ്ട്രഗിൾ മൂമെൻറ്റ് ഉണ്ടാവും, എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം നടക്കുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ഹാപ്പി മൂമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നടക്കുന്നത് സ്ട്രഗിൾ മൂമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രഗിൾ മൂമെൻറ്റൊക്കെ ഞാനിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ട് വരാണ്. അപ്പോൾ കാണുന്നവർക്കൊക്കെ എൻ്റെ ലൈഫൊക്കെ ഈസിയാണ്,
എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കും, പന്നിയായിരിക്കും. അതല്ല ലൈഫ്. നമുക്ക് ഒരുപാട് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാണുന്നവരോ കണ്ണെന്ന് പോലെ അല്ലല്ലോ. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ നിങ്ങളോട് ഞാനിപ്പോൾ 365 ഡേയ്സ് ലൈഫ് സ്റ്റൈൽ ഷെയർ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ എൻ്റെ റെഗുലർ വ്യൂവേഴ്സിന് അറിയുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ബിന്ദാസാണ്, ഒരു ടെൻഷനില്ല, അവർക്ക് വിചാരിച്ചിട്ട് ഇതാക്കും. പിന്നെ നമുക്കൊരു പ്രശ്നങ്ങളോ ടെൻഷനോ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാൾക്കാർക്ക് കാണിക്കാൻ പോകില്ല, അവരെ ടെൻഷൻ എടുപ്പിക്കാൻ പോകില്ല. പിന്നെ ഇന്നൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് 100 വട്ടം ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് സർക്കിളാവട്ടെ വീട്ടുകാരാവട്ടെ വന്നിട്ട് അവർ ടെൻഷൻ നമ്മളോട് പറയും. പക്ഷെ നമ്മളെ ടെൻഷൻ എന്താണോ, നമ്മളെ ബുദ്ധിമുട്ട് എന്താണോ മറ്റൊരാൾ ചോദിക്കാറില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ലിസണിങ് പവറാണ്. ശരിയാവും, നാളെ ശരിയാവും, ഇന്ന് ശരിയാവും. പക്ഷെ 100 വട്ടം നമ്മൾ 100 പ്രശ്നങ്ങളോടെയാണ്, അവരെ കാട്ടി വലിയ പ്രശ്നങ്ങൾ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അവരോട് ചിരിച്ചിട്ട് അവരോട് പറയും ഞങ്ങൾ ശരിയാവും, ഇൻഷാല്ലാ ശരിയാവും എന്നുള്ളത്. അവർക്കൊന്നും അറിയില്ലല്ലോ നമ്മളിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞ് കാണിക്കില്ല. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾക്കിപ്പോൾ ക്യാഷ്വൽ ആയിട്ടുള്ളതാണ്, ഓരോ പ്രശ്നങ്ങളാണ്. അതായത് ഡേ ലൈഫിൽ കാണുന്നതാണ്. ഇതിന് ഒത്തിരി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞാൽ അത് തീരാവുന്ന കാര്യമല്ല, അത് ഞാൻ പറയാനും ഇഷ്ടപ്പെടില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നല്ലൊരു ദിവസം അറിയും എന്താണ് പ്രശ്നങ്ങളെന്നുള്ളത്. ഇപ്പം ഞാൻ വീടില്ലാതെ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്ന എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികൾക്ക് ഞാൻ എൻ്റെ ഒറ്റ ജീവനാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ദുബായിലോ അബുദാബിയിലോ പോയിട്ട് അധ്വാനിച്ചേനെ. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളായത് കൊണ്ടാണ് ഇത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നത്. ഈ കുട്ടികളെ ഞാൻ ടേക്ക് കെയർ ചെയ്യണം, അവരുടെ കൂടെ തന്നെ നിന്ന് ടേക്ക് കെയർ ചെയ്യണം. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണല്ലോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ സിറ്റുവേഷൻസ് അറിയാം, ഉമ്മക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അപ്പോൾ ഉമ്മാനെ ടേക്ക് കെയർ ചെയ്യാൻ ഉമ്മക്ക് പറ്റുന്നില്ല, ഇന്ന് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഫണ്ണായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് അതിനെ കൊണ്ടു നടക്കുകയാണ്. പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ അടിപൊളിയാണ്, ഹൈഫൈ ആണ്. ആർക്കും എൻ്റെ പ്രശ്നങ്ങൾ അറിയാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഉള്ളിൽ വന്നാൽ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതും ഞാൻ കുട്ടികളോടും കാണിക്കാറില്ല, എൻ്റെ വീട്ടുകാരോടും കാണിക്കാറില്ല. അടങ്ങി ഒതുങ്ങി എപ്പോഴും ഹാപ്പി ആയിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ വയ്ക്കാതെ എപ്പോഴെങ്കിലും സോൾവ് ആവും, ഇല്ലെങ്കിൽ സോൾവ് ആക്കാനുള്ള ഓരോ വഴി നോക്കും. പക്ഷേ എൻ്റെ ഫാമിലിനോട് എപ്പോഴും ഞാൻ ഹാപ്പി ആവാൻ ഓരോ ദിവസങ്ങളും നോക്കും. അതാണല്ലോ നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോടും ഫാമിലിനോട് കാണിച്ചാൽ ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. അവർ ടെൻഷനായി, അവർ ഡിപ്രഷൻ എടുത്തു, എപ്പോഴും പിരിപ്പിരിയെന്ന് പറഞ്ഞ് അവരെ പിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. അതിനാണ് നമ്മളെ ഹെൽത്തും നന്നാക്കണം, അവരെ ഹെൽത്തും നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അടങ്ങി ഇരിക്കുക. പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആരുടെങ്കിലും നമ്മൾ പിരിപ്പിരി ചെയ്തിട്ടോ അല്ല ആരുടെങ്കിലും നമ്മൾ ഷൗട്ട് ചെയ്തിട്ടോ ആരുടെങ്കിലും ദേഷ്യം കാണിച്ചിട്ടോ ആ പ്രോബ്ലം സോൾവ് ആകുമോ? ഒരിക്കലും ഇല്ല. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടമേ തരുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, നമ്മളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പരിഹരിക്കാൻ നോക്കണം, നമ്മൾ തന്നെ സോൾവ് ആക്കാൻ നോക്കണം. പിന്നെ എന്ത് പ്രോബ്ലംസിനോ സൊല്യൂഷൻ ഇല്ലാത്ത എല്ലാ പ്രോബ്ലംസിനും മസ്റ്റായിട്ട് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ സ്ലൈറ്റായിട്ട് കണ്ടെത്താൻ നോക്കില്ലല്ലോ എന്നുള്ളത്. ഇതൊക്കെ പോകുന്ന സമയത്ത് പൊട്ടിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് ഓടി വരണ്ട. അപ്പം നമ്മൾ ചക്കര ഉണ്ടാക്കാണ്. ബട്ട് ഈ ശർക്കര ഒന്നും ഈ ജഗ്ഗിലൊന്നും പൊടിക്കാൻ പറ്റില്ല ഗൈസ്. ഇതെങ്ങനെ വാട്ടർ കൺസിസ്റ്റൻസ് ആവും. പിന്നെ ഇത് നമ്മൾ ഒരുപാടുപെട്ട ഇത്ര ശർക്കര ഇടാനുള്ള റീസണ് ഇവിടെ ഒരുപാട് 8 ആൾ ചായ കുടിക്കാം. ഇത് വെള്ളം തണഞ്ഞു പിന്നെ മീഡിയം ഫ്ലെയിമിട്ടാണ്. ഇത് ഞാൻ ഡിമാർട്ടിൽ അന്ന് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. എൻ്റെ സ്റ്റോക്കിന് യൂസായി. ഞാൻ പറഞ്ഞില്ല, ഡിമാർട്ടിൽ ഓരോ സാധനം കൊണ്ടുവന്നാൽ നമുക്ക് മെച്ചാണ്. ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് തപ്പാൻ പറ്റും. ഇപ്പം ഒന്നുമില്ലായിരുന്നു വീട്ടിൽ, എന്താ ചെയ്യാന്ന് ആലോചിക്കുന്ന സമയത്താണ് എനിക്ക് ഇത് കിട്ടിയത്. റവ എല്ലാവർക്കും തരുമോന്ന് എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമോന്നുള്ളത് എടുക്കണോ. കറി എല്ലാവർക്കും തിരിയുള്ളത് സജ്ജിക ഉണ്ടാക്കിയത് കുറച്ച് വെച്ചിട്ട് പിന്നെ അതിനായിട്ടിവിടെ ഫുഡില്ല വിശക്കുന്നതെന്ന് പറയേണ്ടതാണ്. ആരെയും വിശപ്പിക്കാൻ അതായത് ഹംഗറിലിരിപ്പിക്കാൻ ഇഷ്ടപ്പെടില്ല. എല്ലാവരും വയറ് നിറച്ചിട്ട് എനിക്ക് ഒരു പ്രാർത്ഥന ഇമ്പോർട്ടൻ്റാണ്. മാർക്കുണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പണിയെടുക്കുമ്പോൾ പിരി ആയിട്ട് പണിയെടുക്കാം. അതൊക്കെ ചെയ്യരുത്, സൈലൻ്റായിട്ട് പണിയെടുക്കാം. അപ്പോൾ എന്താ എഫേർട്ട് നിങ്ങൾക്കും ടയർഡാവില്ല, ഞങ്ങൾക്കും ടയർഡാവില്ല.
എ സി ആണ് എ സി ഉണ്ടാണ് പിന്നെ ഇപ്പൊ ടൈം കാണാനില്ല 10 മണിയാണ് കേട്ടോ രാത്രി വാങ്ങുമ്പോൾ ഒരു ട്രിപ്പ് കഴിച്ചിട്ടേ വാങ്ങുള്ളൂ പക്ഷേ പൊട്ടാറ്റോ വിത്ത് ആംലെറ്റ് ഉണ്ടല്ലോ അത് ഇഷ്ടമാണ് പരിപാടി എങ്ങനെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ അവർക്ക് ഈവനിങ് ഈവനിങ് അല്ല ഉച്ചത്തെ പരിപാടിയാണ് അപ്പം ഞാൻ ഇന്ന് ദാൽ ഉണ്ടാക്കുന്ന കേട്ടോ കുട്ടികൾക്ക് അതായത് അവർക്ക് ദാൽ ഇഷ്ടമാണ് ഇപ്പോൾ ഗീ റൈസ് ചിക്കൻ കറി ഇന്നല്ല മിഞ്ഞാന്ന് ഉണ്ടാക്കിയിരുന്നല്ലോ വീട്ടത്തിൽ അപ്പോൾ എപ്പോഴും ഗീ റൈസ് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ തക്കാളി വെളുത്തുള്ളി ഗ്രീൻ ചില്ലി ആൻഡ് ടൊമാറ്റോ ഇട്ടു പിന്നെ ഇവിടെ ദാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ദാൽ അപ്പോൾ അത് കുക്കറിലാണ് കേട്ടോ ഒരു വിസിൽ വരുന്നവരെ മാത്രം ഒരുപാട് ദാൽ വെന്താലും എനിക്ക് ടേസ്റ്റ് ആവില്ല ഇഷ്ടപ്പെടില്ല ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേപ്പിച്ചെടുക്കും പിന്നെ അതിനെന്താക്കുമെന്ന് വെച്ചാൽ ഉമ്മക്ക് ദാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെ ദാൽ വേണ്ടല്ലോ പക്ഷെ കുട്ടികൾക്കാണെങ്കിലും രാത്രി ആണെങ്കിലും ചപ്പാത്തി കൊടുത്താൽ ദാലൊക്കെ കഴിക്കുമല്ലോ സോൾട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലുണ്ട് സോൾട്ടൊന്നും ഇട്ട് കൊടുക്കും നല്ലതായിട്ട് ഇത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കട്ടെ തക്കാളി ഓണിയൻ ഗാർലിക് ആൻഡ് എല്ലാം മിക്സ് ആവും അപ്പം നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുത്താലും കയ്യിലും കൊടുക്കുക ഇല്ല സ്മാഷ് ഉണ്ടെങ്കിൽ സ്മാഷെല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കുക കുക്കറിൽ കഴിക്കാം കേട്ടോ ദാൽ കഴിഞ്ഞ് ഫിനിഷായി രണ്ടാമത്തേത് നമുക്ക് ചിക്കൻ കബാബാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടുത്തെ മാംഗ്ലൂരിൽ നിന്ന് മലബാറിൻ്റെ മസാല കേട്ടോ കബാബ് മസാല മലനാട് സ്പെഷ്യൽ ആണ് ഇതിൻ്റെ പേര് വെച്ചാൽ നമുക്കൊന്നും ഇടുന്ന വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ എല്ലാം ഇതിൽ ആഡ് ഉണ്ടോ ഇതൊരു 30 മിനിറ്റ്സ് ഇതാ ഈ മസാല ഇട്ടിട്ട് 30 മിനിറ്റ്സ് ഒന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഒന്ന് പേസ്റ്റ് ഇടുന്നു ഒരു ടേസ്റ്റ് അല്ല അവർ ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഫ്ലേവർ അപ്പോൾ ഇങ്ങനെ ആയി അപ്പോൾ കുറച്ച് വാട്ടർ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടോ വാട്ടർ ഒന്ന് ഒഴിച്ച് എൻ്റെ ഫേസ് തന്നെ കാണുന്നുണ്ട് നിൽക്കുക അപ്പോൾ വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഓക്കെ കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസി വരുന്ന വരെ കുട്ടികൾക്ക് ഈ ഒരു കബാബിലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എഗ്ഗ് വേണമെന്നില്ല നമ്മൾ ആ ഒരു ആ മസാല കാണ്ടി ഇത് ബെസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ പോലെയായിട്ട് ഇവർ കഴിക്കുന്നത് മീൻസ് അത് ആ ഹോട്ടലിൽ കിട്ടുന്ന അവർ കബാബ് നല്ലോണം വേർക്കുന്നുണ്ട് കേട്ടോ ചൂട് അങ്ങനെ ഇവിടെ ഞാൻ ഇവിടുത്തെ ഒരു വൈറൽ സ്പെഷ്യലായിട്ടുണ്ട് ഇത് കുഞ്ഞി കട്ടായിട്ടാണ് കേട്ടോ അതായത് kg ഇങ്ങനെ ചെറിയ കട്ടാക്കിയിട്ട് അങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂറെല്ലാം നമ്മൾ വെക്കുന്നെങ്കിണ്ടല്ലോ അരമണിക്കൂറൊക്കെ വെക്കുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇടണം ഞാനിപ്പോൾ അരമണിക്കൂറല്ല 15 മിനിറ്റ് മാത്രമേ വെക്കുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊന്ന് ഫുഡൊന്ന് റെഡി ആക്കിയിട്ട് അവരെ കൊടുത്തിട്ട് നമുക്ക് പുറത്ത് പോകാനുണ്ട് കൈസ് അതുകൊണ്ടാണ് കേട്ടോ അല്ലേ നോക്കട്ടെ ഞാൻ ഇത്രയായിട്ടാണ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് വറങ്ങണം ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകുന്നത് ഈവനിങ് പുറത്ത് പോകുന്നതും നാളത്തേതും ഒപ്പായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് നാളത്തേക്ക് കംപ്ലീറ്റ് ആക്കും അപ്പോൾ ഇത് കഴിഞ്ഞില്ല ഇപ്പം നമ്മൾ മറ്റേ kg ഗട്ടൽ കബാബ് റെഡി ആയിട്ട് നമുക്ക് ഫ്രൈ എടുക്കണം 15 മിനിറ്റ്സ് ആവട്ടെ അപ്പോൾ അത് ആ മൂവിയൊക്കെ എൻ്റെ അടുത്ത് ലയൺ കിങ് മൂവിയാണ് ഏതാ മൂവി എന്താ ഇഷ്യൂ ആ ഓക്കെ അത് അവളെ ഫാദറും ഓക്കെ സൗദ മുനിരാണ്ട് ഇഷ്യൂ ചോബിയോടെ രണ്ട് കുട്ടികൾ മാത്രമാണ് കുഞ്ഞുണ്ടോ ചെറിയ കുഞ്ഞുണ്ടല്ലോ മൊയ്ച്ച് തൊടരുത് മൊയ്ച്ച് അതെ ചെറിയ കുഞ്ഞവിടെ അപ്പൊ ഇവർക്കൊരു ടൈം പാസിന് വേണ്ടിയാണ് കേട്ടോ ഒരു മൊബൈൽ ഒരു ലാപ്ടോപ്പിലോ സിസ്റ്റർ ലൈനിൻ്റെ ഒരു മൂവി വെച്ച് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ടൈം പാസ് ആക്കണ്ടേ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ് നമ്മൾക്കും പുറത്ത് പോകണം ഇവർ മൂന്നാലങ്ങനെ പിടിച്ചു നിൽക്കുക അങ്ങോട്ടോടാ ഇങ്ങോട്ടോടാ ഓടുന്ന അടിയാണ് ഭയങ്കര അടിയാണ് ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ആവശ്യമില്ലല്ലോ ചെറിയ കാര്യത്തിൽ അടി വയ്ക്കും ഇത് ടെൻഷൻ എടുത്തെടുത്തെടുത്തെടുത്ത് ഞാൻ വയ്യതായി 2 months എങ്ങനെ പിടിച്ചു നിൽക്കാന്ന് അറിയില്ല TV വാങ്ങണം ഇൻഷാല്ല വാങ്ങും എന്തായാലും എന്താ ചെയ്യുക വാങ്ങേണ്ടി വരും കുട്ടികളെ പിടിച്ച് നിൽക്കണമെങ്കിൽ വാങ്ങണമല്ലോ അപ്പോൾ ഒന്ന് വീടൊന്ന് ഷിഫ്റ്റ് ആക്കണം മൈൻഡ് ശരിയല്ല ഇപ്പോൾ ഇവിടുന്ന് TV വാങ്ങിയിട്ട് പിന്നെ അവിടെ ഷിഫ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും TV ഡാമേജ് ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ
ആലോചിച്ച് ഒരു സൈഡിലൂടെ പോയിട്ടുണ്ട് കേട്ടോ വിസിൽ യാറപ്പേ. എനിക്ക് ഞാൻ ഇതെടുക്കാനുള്ള റീസൺ എന്താണെന്നറിയാം, ഇത് സേഫാണ് കേട്ടോ. അപ്പം നമ്മളെ ദാൽ കറി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വെന്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കുട്ടികൾക്കൊക്കെ കുറച്ച് വെള്ളം വയ്ക്കണമെന്നുണ്ട്. വെള്ളം വയ്ക്കല്ലേ, കുറച്ച് ഒരുപാട് ദാലുണ്ടല്ലോ, വെച്ചിട്ടൊന്ന് പതിപ്പിക്കാം. ഒരുപാട് ദാലുണ്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു സൈഡിൽ ഞാൻ ഒഗ്ഗർണ ഓക്കെ. ഒഗ്ഗർണ മീൻസ് കടുക് പൊട്ടിച്ചിട്ടിടാം. ദാൽ ഓക്കെ ആണ്, ഇത്ര വേണം. ഞാൻ ഇങ്ങനെ മൈമ കിട്ടണം കേട്ടോ. ഇതിനാണ് കൂടുതൽ വെന്ത് പോയാൽ അത് മണ്ണിയാവും, അതാർക്കും ഇഷ്ടമല്ല. എങ്ങനെ കിട്ടണം ഈ ഒരു നമുക്കൊന്ന് കടുക് പൊട്ടിക്കട്ടോ. ഞാൻ കാര്യം പൊഴിയിടാൻ മറന്നു പോയിട്ടോ. അപ്പം ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ മഞ്ഞൾ പറയുന്നത് എനിക്ക് സബറില്ലാതെ ടക്കടക്കടക്ക സൗണ്ട് വരുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇതാ പക്ഷേ എപ്പോലെ നമുക്ക് സബർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലോ ഈമാണുള്ളൂ. ഇപ്പം കടുക് പൊട്ടിക്കുന്ന കാര്യത്തിലല്ല ഞാൻ പറഞ്ഞേ, വേറെ എല്ലാ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഞാനും ഉള്ളത് കൊക്കനട്ട് ഓയിൽ കേട്ടോ. കൊക്കനട്ട് അപ്പോൾ ഒരുപാട് കടുകിടുന്നില്ല, കുട്ടികൾക്ക് മഞ്ഞപ്പൊടി പിന്നെ മിക്സാക്കാൻ പേടിയാവുന്നുണ്ട്. ഇതിൽ ഇങ്ങനത്തെ മിക്സാക്കാതെ ഓക്കെ. ഡിഷ് എടുക്കണേ ഇട്ട പോലെ കാര്യങ്ങൾ റെഡിയായി. എമ്മ ടേസ്റ്റ് കേട്ടോ. ദാല് ഇങ്ങനെ ഉണ്ടാക്കണോ, കൂടുതലായിട്ട് ദാല് വേപ്പിക്കരുത്. പിന്നെ കൂടുതലായിട്ട് ദാലിനെ വേപ്പിച്ചാൽ അത് മന്ദാക്കി ആവും. അപ്പോൾ അത് പിന്നെ വേക്കുമ്പോഴാണ് കയ്പ്പ് വരുന്നത്. ഇത് മറ്റേ കടുകൊക്കെ ഇട്ടപ്പോൾ ഇതുപോലെ ചെയ്തത് എൻ്റെ ഗ്രാൻഡ് ഒക്കെ മുമ്പ് അടുപ്പത്തൊക്കെ ചെയ്യുന്നത് ദാലായിരുന്നു. അതുകൊണ്ട് രണ്ട് വിസിൽ വരുന്നവരെ മാത്രം, പിന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പം എനിക്ക് കൂടുതലായിട്ട് ദാൽ വേവുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള ദാലാണെങ്കിൽ ഈ കജാരി ചോറ് ഇഷ്ടപ്പെട്ട് നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി മിഞ്ഞാന്നല്ല ഇന്നല്ല രാത്രി കബാബ് പൊരിച്ച്, ഞാനത് വീഡിയോ കാണിച്ചില്ല, കബാബ് പൊരിച്ച ഓയിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താ ഗൈസ്, കുട്ടികൾക്ക് സ്കൂൾ ലീവ് ഉണ്ടായപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, എത്ര വീട്ടിൽ സാധനങ്ങളുണ്ടെങ്കിലും ഇല്ല, എല്ലാം ഫുള്ള് തപ്പ് കേട്ടോ. എനിക്ക് ഷോപ്പിൽ പോയിട്ട് കുട്ടികൾ സ്നാക്സ് ഒക്കെ തിന്നത് ഇഷ്ടമല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഇനിയാണ് കളി തുടങ്ങുന്നത്. സ്കൂൾ പോകുന്ന സമയത്തൊക്കെ അവർക്ക് ഈവനിങ് വന്നാൽ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. ഇത് 24 hours നമ്മൾ എന്തെങ്കിലും അവർക്ക്, പക്ഷേ ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ. അവർ TV മൊബൈൽ അങ്ങനെ നോക്കി ഇരിക്കല്ലേ, ക്രേവിങ്സ് ഉണ്ടാവും. പിന്നെ പുറത്ത് പോയാലും ബുദ്ധിമുട്ടാണ്. പുറത്ത് പോയാലും നൂഡിൽസ് അത് ഇതൊന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ട് ഇരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാനാണ് എല്ലാം റെഡി ആവുന്നത്. അപ്പോൾ നമ്മൾ കബാബിൻ്റെ ഓയിൽ ചൂടാകാനായി. നമ്മൾ ഇതാ ഒരു 15 to 20 minutes ആയിട്ടോ കറക്റ്റായിട്ട്. 30 minutes വയ്ക്കണമെന്ന് പറയുന്നത്, ബട്ട് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ എത്ര ആവശ്യമുണ്ടോ ഫസ്റ്റ് ഇത് കാണുന്നു നോക്കാം. ഓക്കെ, എത്ര ആവശ്യമുണ്ട് അത്ര എടുക്കുമല്ലോ. രാത്രി കുറച്ച് വയ്ക്കുക കബാബുകളൊക്കെ. കൈക്ക് തട്ടി ഗൈസ്, ലൈവായിട്ടാണ് കൈക്ക് തട്ടിയത്. അവർക്ക് എല്ലാവർക്കും ചെറുതായിട്ട് ശരി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാണ് ആയതുകൊണ്ടാണ് ഇത് ബബിൾസ് വരുന്നത്. പിന്നെ ബബിൾസ് വരില്ല. പിന്നെ ഈ കോക്കനട്ട് ഓയിൽ അത്ര നല്ലതല്ല, എന്താണെന്ന് അറിയില്ല. ഒരു നല്ലെണ്ണ മിക്സ് ആയിട്ടാണ്, പ്യൂർ കോക്കനട്ട് ഓയിൽ ആയിട്ടാണോ അങ്ങനെ ബബിൾസ് വരുന്നതെന്നൊക്കെ ഇതൊക്കെ നിങ്ങൾ എനിക്ക് പറയണം. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഇത്ര പൊരിച്ചു, ഇത്ര രാത്രിയിലേക്ക് എടുത്ത് വെക്കേണ്ടതുണ്ട്. ഞാൻ ഇഷ്ടം വരുന്നുണ്ടല്ലോ, ഞാൻ മറ്റൊരു പാത്രത്തിലാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ തൊലി വേറെ മറ്റേ ഇത് വേറെ. ഈ പാത്രം തന്നെ ഞാൻ കബാബ് ഉണ്ടാക്കാനായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കൊന്ന് മൈൻഡ് പോകുന്നില്ല. അപ്പോൾ എന്തായി, അതിൻ്റെ തൊലിയും വേറായി കബാബും വേറെ. അങ്ങനെയായിരുന്നു. കുക്കറിലാണ് ഞങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുപ്പിലൊന്നും വയ്ക്കുന്നില്ലല്ലോ, കുക്കറിലാണ് വയ്ക്കുന്നത്. എനിക്ക് കുക്കറിൽ ചോറ് വയ്ക്കാൻ പേടിയാണ്.
അപ്പോൾ ഒന്ന് ഇലക്ട്രിക്കിൻ്റെ കുക്കർ വാങ്ങണം. നല്ല ക്രിസ്പി കബാബാണ് റെഡിയായത്. ഞാനിവിടെ ഇടുമ്പോഴാണ് ടിഷ്യൂ പേപ്പറില്ല, അങ്ങനത്തെ സാധനത്തെ ഇട്ടിട്ടാണ്. അപ്പോൾ നല്ല ഫുഡ് കഴിക്കാനുണ്ട്. എല്ലാവർക്കും ഓരോ കഷ്ണം മതിയാവില്ല. ഫിഷിൻ്റെ എല്ലാവരും ഫിഷങ്ങനാണ് ഇതുള്ളത്. കുട്ടിയുടെ കഴിച്ച് വലിയ ആൾക്കാർ പറയാം. അപ്പോൾ നമുക്ക് ഫിഷൊന്നും ഇപ്പോഴത്തെ റേറ്റിൽ താങ്ങൂല. ഇത് വീഡിയോസ് ലോങ് ആയിട്ട്. അപ്പോൾ കുട്ടികളൊന്ന് ഫുഡ് ഇത് കജ റൈസ് ഇട്ടു. ആൻഡ് ദാൽ വെച്ച് കൊടുത്തല്ലോ. ദാൽ ചിക്കൻ കബാബാണ്. എല്ലാവർക്കും സെയിം ആണ്. ഇപ്പോൾ ഒരാൾ കഴിക്കാം. അവിടെ അടിയാവും കേട്ടോ. അപ്പം മൊയ്ജ് ബാ ഫുഡ് തിന്ന. ചൂടുണ്ടോ? ബാ മൊയ്ജ് ബാ തിന്ന. ബാ ഫുഡ് ഇത്ത് ഇതാ കേട്ടോ. കേട്ടോ ബാംഗ്ലൂരിലുള്ള ആൻറ്റി മതി. ബാംഗ്ലൂരിൽ കൂട്ടി പോകുന്നുള്ളൊരു ആഗ്രഹമാണ്. ആ എന്ത് പറയും ഗൈസുകൾ? ആ പറയും. ആ യെസ്. മൊയ്ത് നിനക്ക് ഉമ്മച്ചാണ് ഇഷ്ടം ആൻറ്റിയാണോ? യൂട്യൂബിൽ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നോക്കും. ആരാ ഇഷ്ടം പറയും? ആൻറ്റിയാണോ ഉമ്മച്ചാണോ? അപ്പം എന്നിഷ്ടല്ല. ഞാൻ പോവാ. മൊബൈൽ തരൂല. മൊബൈലെല്ലാം തന്നിട്ട് സ്നേഹം ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടാ. ഉമ്മച്ചു മൊബൈൽ കൊടുത്താൽ ഉമ്മച്ചിനോട് ഇഷ്ടമാണ്. മിസ്റ്റാൻ്റെ ബാങ്ക് കൂട്ടി പോകുന്ന പിന്നെ മൊയ്സിനക്ക് എന്തിനാണ് ആൻറ്റിന് ഇഷ്ടം? അവനക്ക് മൊബൈൽ കൊടുക്കാത്തതിനാണ് അവനക്ക് ആൻറ്റിന് ഇഷ്ടം. ആർക്ക് വേണമെങ്കിൽ എന്നെ ഇഷ്ടാവാതിരിക്കട്ടെ. നിങ്ങളെ വേറെ എന്തായാലും ഞാൻ ലൈഫ് ലോങ് നോർക്കും. ഓക്കെ. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.